Razi Visions, the guide of madrasa students. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പമാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 2ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് വന്നിട്ടുള്ള ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ്. യോജിപ്പിക്കാം ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് അധികവും ആദ്യം തന്നെ വരാറുണ്ട്. താഴെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾ വായിച്ച് നോക്കുക. അതിൻ്റെ ഉത്തരങ്ങൾ ഓരോന്നെടുത്തുങ്ങാണ്ട് താഴേക്ക് അതിൻ്റെ സ്ഥാനത്തേക്ക് എഴുതുക. എന്താ ഇവിടെ ഓപ്ഷൻസുകൾ ഉത്തരങ്ങൾ നമുക്ക് അതിൽ നിന്ന് വായിച്ചു നോക്കാം. ഇവിടെ ഇതൊക്കെ ആമീൻ എന്നുണ്ട്, കൈ രണ്ടും, നിസ്കാരം, അസ്സലാമു അലൈക്കും, തുമനീനത്ത്, 2 കാൽ. ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഓരോ ചോദ്യങ്ങൾ നോക്കാം. ഇവിടെ 1ാമത്തെ ചോദ്യം, ഞെരിയാണി ഉൾപ്പെടെ കഴുകേണ്ട അവയവം. നമ്മൾ വുളു ചെയ്യുമ്പോൾ ഞെരിയാണി ഉൾപ്പെടെ, ഞെരിയാണി എന്ന് കേട്ടാൽ എവിടെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇതാണ് അതിൻ്റെ ആൻസർ, 2 കാൽ. അപ്പോൾ ഞെരിയാണി ഉൾപ്പെടെ കഴുകേണ്ട അവയവം ഏതാണ്? 2 കാൽ. അവിടെ 2 കാൽ എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ ഉത്തരം കറക്റ്റായി. ഇനി 2ാമത്തത് എന്താ? 2ാമത്തത് റുക്കൂഅ്, സുജൂദ് എന്നിവയിൽ അനക്കം അടങ്ങേണ്ട അവസ്ഥ. റുക്കൂഅ്, സുജൂദ് എന്നിവയിൽ അനക്കം അടങ്ങേണ്ട അവസ്ഥ. അത് റുക്കൂഅ്, സുജൂദ് മാത്രമൊന്നുമല്ല, അതിൻ്റെ കൂടെ 2 സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തുമുണ്ട്, പിന്നെ ഇത്തിദാലൊക്കെ ഉണ്ട്. അതിലൊക്കെ അനക്കം അടങ്ങേണ്ട അവസ്ഥക്ക് പറയുന്ന പേരെന്താണ്? ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2ാമത്തെ ആൻസർ എന്താണ്? തുമനീനത്ത് എന്നാണ് പറയുക. അനക്കം, അടങ്ങൽ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ തുമനീനത്ത് എന്നാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. അപ്പോൾ അത് ഇവിടെ ഇതാം, തുമനീനത്ത്. ഇനി 3ാമത്തെ ചോദ്യം എന്താ? നിസ്കാരം അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന വാക്ക്. നമ്മൾ നിസ്കാരം അവസാനിപ്പിക്കുന്ന സമയത്ത് അത്തഹിയ്യാത്തിലൊക്കെ ഇരുന്നുകൊണ്ട് അതുകൊണ്ട് അത് പറഞ്ഞിട്ടാണല്ലോ നിസ്കാരം അവസാനിപ്പിക്കുക. ഇവിടെ ഉണ്ട് അതിൻ്റെ ഉത്തരം. എന്താണ്? അസ്സലാമു അലൈക്കും അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നും കൂടി ഉണ്ട്. അപ്പോൾ അസ്സലാമു അലൈക്കും ഇതിലത്രേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ എഴുതിയാൽ മതി. വറഹ്മത്തുള്ളാഹി എന്നും കൂടി ആവുമ്പോൾ അത് വളരെ ഉഷാറായി അല്ലേ? വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി 4ാമത്തത് എന്താ? ഏറെ പുണ്യമുള്ള ഇബാദത്താണ്. വളരെ ഏറെ പുണ്യമുള്ള ഇബാദത്താണ് നിസ്കാരം. നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ 4ാമത് നിസ്കാരം അവിടെ ഉണ്ട്. നിങ്ങളിങ്ങനെ നമ്പർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, എഴുതിയാൽ മതി. ഞാനൊന്നും കൂടി ആൻസർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്പർ ഇട്ടിരുന്നത്. അപ്പോൾ ഏറെ പുണ്യമുള്ള ഇബാദത്താണ് നിസ്കാരം. ഇനി 5ാമത്തത് എന്താ? വുളൂഇൽ മുട്ടുൾപ്പെടെ കഴുകേണ്ട അവയവം. വുളു എടുക്കുമ്പോൾ മുട്ട് ഉൾപ്പെടെ കഴുകേണ്ട അവയവം ഏതാണ്? ഇതാണ്, കൈ രണ്ടും. നേരത്തെ ഞെരിയാണി ഉൾപ്പെടെ കഴുകേണ്ട അവയവം അത് കാല് അല്ലേ? ഇത് മുട്ടുൾപ്പെടെ കഴുകേണ്ട അവയവം 2 കൈ അല്ലെങ്കിൽ കൈ രണ്ടും എന്ന് എഴുതാം. അപ്പോൾ അതാണ് ആൻസറായിട്ട് വരിക. 6ാമത്തത് ഫാത്തിഹയുടെ അവസാനം പറയുന്ന വാക്ക്. നമ്മൾ ഫാത്തിഹ ഓതുന്ന സമയത്ത് അതിൻ്റെ അവസാനം എന്താ പറയുക? ആൻസർ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. 6ാമത്തത് അതാണ് ആൻസർ, ആമീൻ എന്നാണ് പറയുക അല്ലേ? ഈ ആമീൻ എന്നുള്ളത് ശരിക്കും ഫാത്തിഹയിൽ പെട്ടതല്ല. ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം വലല്ലാലീൻ വരെയാണ് ഫാത്തിഹ ഉള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ആമീൻ. അപ്പോൾ ഫാത്തിഹയുടെ അവസാനം പറയുന്ന വാക്ക് ആമീൻ. അങ്ങനെ ഇതിൻ്റെയൊക്കെ ഉത്തരം എഴുതാം. ഇനി 2ാമത്തെ ആക്ടിവിറ്റി എന്താ? ശരിക്ക് ശരി, തെറ്റിന് തെറ്റ് അടയാളപ്പെടുത്തുക. ഇവിടെ താഴെ ഒരു 5 ചോദ്യങ്ങളുണ്ട്. ഇതിൽ ചിലത് ശരിയായിരിക്കും. ശരിയുള്ളത് ഇവിടെ ഈ താഴെ ഒരു ബോക്സ് അതിൻ്റെ ഇടത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ ശരിയിടുക. തെറ്റുള്ളത് തെറ്റിടുക. നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. 1ാമത്തത് എന്താണ്?
റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് 3 വട്ടം പറയണം. ശരി തന്നെയാണല്ലേ? റുക്കൂ ചെയ്യുമ്പോൾ നമ്മൾ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് തന്നെയാണല്ലോ പറയേണ്ടത്. അത് 3 വട്ടം പറയണം. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയിടുക. രണ്ടാമത്തത് എന്താ? സുജൂദിൽ നെറ്റിയും മൂക്കും നിലത്ത് വെക്കണം. സുജൂദ് ചെയ്യുമ്പോൾ നെറ്റിയും മൂക്കും നിലത്ത് വെക്കണം. അത് ശരിയാണ്, അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അതും ശരിയിടുക. ഇനി മൂന്നാമത്തെ എന്താ? മലമൂത്രദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും പുറപ്പെട്ടാൽ വുളൂ മുറിയില്ല എന്നാണ്. ശരിക്ക് ഇതിലെന്തോ ഒരു തെറ്റുണ്ടല്ലേ? മലമൂത്രദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും പുറപ്പെട്ടാൽ വുളൂ മുറിയില്ല എന്നാണോ? അല്ല, മുറിയും എന്നാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇവിടെ തെറ്റും ശരി ഇടാനേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ ചില പരീക്ഷകളിൽ തെറ്റ് ശരിയാക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഈ മുറിയില്ല എന്നുള്ളിടത്ത് നമ്മൾ അങ്ങനെ ശരിയാക്കാൻ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മുറിയും എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റായി. ഇനി നാലാമത്തത് സൂറത്ത് ഓതുന്നത് ആദ്യ 4 റക്അത്തുകളിലാണ്. നിസ്കരിക്കുമ്പോൾ നമ്മൾ ഫാത്തിഹ എല്ലാ റക്അത്തിലും ഓതണം. എന്നാൽ സൂറത്ത് ഓതുന്നത് ആദ്യ 4 റക്അത്തുകളിലാണോ? ആകെ 4 റക്അത്തുള്ളൂ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞത് തെറ്റാണ്. ആദ്യ 4 റക്അത്തിലല്ല, ആദ്യത്തെ 2 റക്അത്തുകളിലാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ശരിയാക്കാൻ വരികയാണെങ്കിൽ ശരിയാക്കി എഴുതുക. ശരിയും തെറ്റും ഇടാൻ വരികയാണെങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റിടുക, ശരിയാണെങ്കിൽ ശരിയിടുക. അഞ്ചാമത്തത് എന്താ? സുബ്ഹ് നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതൽ സുന്നത്താണ്. സുബ്ഹി നിസ്കരിക്കുമ്പോൾ ഖുനൂത്ത് ഓതൽ സുന്നത്താണ്. അത് ശരി തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ അത് ശരിയിടാം. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി 2 വീതം എഴുതാം എന്നാണ്. 2 വീതം എഴുതുക പറഞ്ഞാൽ ചില ചോദ്യങ്ങൾക്ക് 2 ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ടാവും. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ ചോദ്യം എന്താ? വുളൂഇൻ്റെ പ്രവർത്തനങ്ങൾ. വുളൂ ചെയ്യുമ്പോൾ കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാണ്ട്. 3ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണ് വുളൂ ചെയ്യേണ്ടത്. അതിൽ ഓരോ ബോക്സിലിട്ടുങ്ങാണ്ട് ഓരോ പ്രവർത്തനങ്ങളും കൊടുത്തുക്കണു അല്ലേ? വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു, അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നിയ്യത്ത് വെക്കേണ്ടതാണ്. പിന്നെ മുൻകൈ 2ഉം കഴുകുക, മിസ്വാക്ക് ചെയ്യുക, പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുക, അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക. പിന്നെ വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക, മുഖം കഴുകുക. പിന്നെ അതിൻ്റെ അപ്പുറത്തെ പേജിലുണ്ട് വലതു കൈ മുട്ടുൾപ്പെടെ കഴുകുക, ഇടത് കൈ മുട്ടുൾപ്പെടെ കഴുകുക, തല തടവുക, ചെവി 2ഉം ഒന്നിച്ച് തടവുക, വലതുകാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക, ഇടതുകാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക, എല്ലാം 3 പ്രാവശ്യം ചെയ്യുക. അങ്ങനെയൊക്കെ കുറേ പ്രവർത്തനങ്ങളുണ്ട്. അതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 എഴുതുക. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ചുള്ള 2 എഴുതാണ്. ഒന്ന്, മുഖം കഴുകുക. അതൊരു പ്രവർത്തനമാണ് അല്ലേ? മുഖം കഴുകുക. അതിൽ മറ്റൊന്ന് ഞാൻ വേറൊന്ന് എഴുതാണ്, തല തടവുക. ഇതൊക്കെ വുളൂഇലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ആ പാഠം നോക്കിയാൽ 13ാമത്തെ പാഠത്തിൽ കുറേ പ്രവർത്തനങ്ങളുണ്ട്. അതിൽ 2 ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ 2 എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്താ? വുളൂഇൽ കഴുകേണ്ട അവയവങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ നേരത്തെ ഈ പാഠത്തിൽ തന്നെ കുറേ കാര്യങ്ങൾ വുളൂഇൻ്റെ പ്രവർത്തനങ്ങൾ പറഞ്ഞല്ലോ. അതിൽ കരുതേണ്ടതുണ്ട് അല്ലേ? അതൊക്കെ നിയ്യത്താണ്. പിന്നെ എന്താണ്? തടവേണ്ടതുണ്ട്, കഴുകേണ്ടതൊക്കെ ഉണ്ട്. അതിലിവിടെ കഴുകേണ്ട അവയവങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് കഴുകേണ്ട അവയവങ്ങൾ? അത് മുഖമാണ് ഒന്ന് അല്ലേ? മുഖം കഴുകുക എന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ മുഖം. പിന്നെ മറ്റൊന്ന് ഏതാണ്? കൈ കഴുകുക എന്നാണ്. കൈ. പിന്നെ കാലുണ്ടതിൽ. കൈ, മുഖം, കൈ, കാൽ. ഇതൊക്കെയാണ് വുളൂ എടുക്കുമ്പോൾ കഴുകേണ്ട അവയവങ്ങൾ. ഇവിടെ 2 ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 2 എഴുതാം. ഇനി 3ാമത്തെ ചോദ്യം എന്താ? വുളൂ മുറിയുന്ന കാര്യങ്ങളാണ്. വുളൂ മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ പാഠം പഠിച്ചിട്ടുണ്ടല്ലേ? 12ാമത്തെ പേജ് തുറന്നാൽ 4ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വുളൂ മുറിയുന്ന കാര്യങ്ങൾ? 4 പഠിച്ചത്. 1, മലമൂത്രദ്വാരങ്ങളിലൂടെ മനിയല്ലാത്തവ പുറപ്പെടുക. അതാണ് 1. 2, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. അതാണ്. 3ാമത്തേത് മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടുക. 4ാമത്തെ വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക. ഇതൊക്കെയാണ് വുളൂ മുറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഞാനിവിടെ 2 എഴുതുന്നു. 1 എഴുതിക്കുന്നത് എന്താണ്? മലമൂത്രദ്വാരങ്ങളിൽ കൂടി മനിയല്ലാത്തവ പുറപ്പെടുക. 2ാമത്തേത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. അങ്ങനെ 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് 4 പഠിക്കുക. ഇഷ്ടമുള്ളത് എഴുതാം.
ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ്. ഉത്തരം എഴുതാനാണ്. ചോദ്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഉത്തരം താഴെ എഴുതി കൊടുക്കുക. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? സുബ്ഹ് നിസ്കാരത്തിൽ പ്രത്യേകമായി ഓതേണ്ടത് എന്താണ്? നമ്മൾ സുബ്ഹ് നിസ്കരിക്കുന്ന സമയത്ത് പ്രത്യേകമായി ഓതേണ്ടത് എന്താണ്? ബാക്കിയുള്ള നിസ്കാരങ്ങളിലൊന്നും അത് ഓതാനില്ല, സുബ്ഹിയിലുണ്ട്. അത് കുനൂത്താണ് അല്ലേ? അപ്പോൾ കുനൂത്ത് എന്ന് എഴുതാം. സുബ്ഹ് നിസ്കാരത്തിൽ പ്രത്യേകമായി ഓതേണ്ടത് കുനൂത്ത്. രണ്ടാമത്തെ ചോദ്യം എന്താ? ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങളിൽ നിന്ന് 2 എഴുതാനാണ്. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഉളു മുറിയുന്ന പാഠങ്ങളുണ്ട്. ഉളു മുറിയുന്ന കാര്യങ്ങൾ പഠിച്ചല്ലോ. അതിൽ പറയുന്നത് ഏതൊക്കെയാണ്? ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ: ഉറങ്ങുക, ഒന്ന് ഉറങ്ങുക, മറ്റൊന്ന് ഭ്രാന്ത്, പിന്നെ മറ്റൊന്ന് ബോധക്ഷയം, പിന്നെ മത്ത്. ഇതൊക്കെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങളാണ്. ഞാനതിൽ 2 ഇവിടെ ഇതാണ്. നിങ്ങളത് 3ഉം 4ഉം പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ചിലപ്പം 4 എഴുതാൻ വേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ എഴുതാം. ഒന്ന് ഉറങ്ങുക, പിന്നെ ഭ്രാന്ത്, അങ്ങനെ 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 4ഉം ചോദിക്കുകയാണെങ്കിൽ 4 എഴുതണം. ബോധക്ഷയം, മത്ത് എന്നുള്ളത് അതിൻ്റെ കൂടെ ഉണ്ട്, അതും കൂടി പഠിച്ചു വെക്കുക. മൂന്നാമത്തത് ഫാത്തിഹയുടെ തുടക്കത്തിൽ എന്താണ് ചൊല്ലേണ്ടത്? നമ്മൾ നേരത്തെ ഫാത്തിഹയുടെ അവസാനം എന്താണ് ചൊല്ലേണ്ടത്? ആമീൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഈ ചോദ്യം എന്താ? ഫാത്തിഹയുടെ തുടക്കത്തിൽ എന്താണ് ചൊല്ലേണ്ടത്? ഒക്കെ അറിയണ്ടാവും. എന്താണ്? അഊദു ആണ് ചൊല്ലേണ്ടത്. അഊദു. അപ്പോൾ അഊദു എന്ന് എഴുതുക, അല്ലെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അഊദു എന്ന് എഴുതിയാലും ആൻസർ തന്നെയാണ്. പിന്നെ അതിൽ നാലാമത്തെ ചോദ്യം എന്താ? വുളൂഇൽ മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്താണ്? വുളൂ എടുക്കുന്ന സമയത്ത് നമ്മൾ മുഖം കഴുകുന്ന അപ്പോൾ എന്താണ് കരുതേണ്ടത്? വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണ് കരുതേണ്ടത്. എന്താണ്? വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു, അത്ര എഴുതിയാൽ മതി. ഇത് മുൻകൈ കഴുകുന്ന സമയത്താണെങ്കിൽ കരുതേണ്ടത് എന്താ? അത് വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നാണ്. ഇവിടെ മുഖം കഴുകുമ്പോൾ വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണ് കരുതേണ്ടത്. ഇനി അഞ്ചാമത്തത്, അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ് ആരെ? അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ് ആരെ? നമ്മളത് ആദ്യ പാഠങ്ങളിൽ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ. ആരെയാണ്? നിസ്കരിക്കുന്നവരെ എന്നാണ്. നിസ്കരിക്കുന്നവരെ അല്ലെങ്കിൽ നിസ്കരിക്കുന്നവനെ എന്നൊക്കെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത്. പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാനൊക്കെ തരികയാണെങ്കിൽ അപ്പോഴും ഇങ്ങനെ എഴുതാം. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്താണ്? അഞ്ചാമത്തത് എപ്പോൾ ചൊല്ലണം? എപ്പോൾ ചൊല്ലണം? ഇവിടെ 2 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളതിൽ. ഒന്നാമത്തത് സമി അല്ലാഹു ലിമൻ ഹമിദ എന്നാണ്. സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് നമ്മളെപ്പോഴാണ് ചൊല്ലേണ്ടത്? എപ്പോഴാണ് അത് പറയൽ? റുക്കുവൊക്കെ കഴിഞ്ഞിട്ട് ഏത്തിദാലിലേക്ക് വരുമ്പോഴാണല്ലോ അല്ലേ? അപ്പോൾ ഏത്തിദാലിലേക്ക് വരുമ്പോൾ എന്ന് എഴുതാം. സമി അല്ലാഹു ലിമൻ ഹമിദ അത് എപ്പോഴാണ് ചൊല്ലേണ്ടത്? ഏത്തിദാലിലേക്ക് വരുമ്പോൾ. നിസ്കാരത്തിൽ അങ്ങനെ ചൊല്ലേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ചോദിക്കാം. ഇവിടെ 2 ചോദിച്ചിട്ടുള്ളൂ. രണ്ടാമത്തത് എന്താ? സുബ്ഹാൻ റബ്ബിയൽ അഅല വബിഹംദിഹി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ചൊല്ലല് സുബ്ഹാൻ റബ്ബിയൽ അഅല വബിഹംദിഹി എന്നുള്ളത് സുജൂദിലാണ് ചൊല്ലേണ്ടത്. അപ്പോൾ സുജൂദിൽ എന്ന് എഴുതാം. ഇനി സുബ്ഹാൻ റബ്ബിയൽ അളീം വബിഹംദിഹി ആണ് ചോദിക്കുന്നതെങ്കിലോ അപ്പോൾ അത് റുക്കൂഇൽ. പിന്നെ അതേപോലെ റബ്ബന ലക്കൽ ഹംദൊക്കെ ഉണ്ട്, അതൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് ഏത്തിദാലിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും. ഇനി 6ാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം. ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുള്ളൂ. എന്താണത്? റബ്ബി ഗഫിർലി. എന്താ? റബ്ബി ഗഫിർലി ഡാഷ് വജ്ബുർനി ഡാഷ് വർസുഖ്നി ഡാഷ് വ ആഫിനി എന്നുണ്ട്. നമ്മൾ 2 സുജൂദിൻ്റെ ഇടയിലിരിക്കുമ്പോൾ ചൊല്ലേണ്ടതാണിത്. റബ്ബി ഗഫിർലി കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ചൊല്ലേണ്ടത്? ഇതൊക്കെ കാണാൻ പഠിച്ചിട്ടുണ്ടല്ലോ. നിസ്കരിക്കുമ്പോൾ നമ്മൾ ചൊല്ലാറുണ്ടല്ലോ. റബ്ബി ഗഫിർലി വർഹംനി എന്നാണ് അടുത്തത്. അപ്പോൾ ഇവിടെ വർഹംനി എന്ന് എഴുതി കൊടുക്കാം. പിന്നെ വജ്ബുർനി എന്ന് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? വർഫഅനി എന്നാണ് അല്ലേ? വർഫഅനി. അപ്പോൾ അത് ഇവിടെ വർഫഅനി എന്ന് എഴുതാം. പിന്നെ വർസുഖ്നി എന്ന് ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ് അത് കഴിഞ്ഞിട്ട് വർസുഖ്നി കഴിഞ്ഞിട്ട് വഹ്ദിനി എന്നാണ്. വഹ്ദിനി അല്ലേ? വഹ്ദിനി. പിന്നെ വആഫിനി എന്ന് ഇവിടെ ഉണ്ട്. എങ്ങനെ പറയാം? റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അതങ്ങനെ പൂരിപ്പിച്ചു കൊടുക്കാം.
ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.